അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ അന്നബിയിൽ മബ്ഊസി ബശീറൻ വനസീറ. ഖുർആൻ പഠനത്തിനൊരെളുപ്പവഴി പ്രൊജക്റ്റ് വർക്ക് ബുക്ക് വിശദീകരണം. സ്റ്റഡി കിറ്റിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് ഒരു പ്രൊജക്റ്റ് വർക്ക് ബുക്ക് എന്ന ഹെഡിങ്ങിൽ ഒരു പുസ്തകം കിട്ടിയിട്ടുണ്ട്. അത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്നാണ് ഇവിടെ വിശദീകരിക്കുന്നത്. തുടങ്ങുന്നതിന് മുമ്പ് ഇതെന്തിനെഴുതണം? സ്വന്തം പഠിച്ചു തീർത്താൽ പോരെ? പഠിച്ചു തീർത്താലും മറ്റുള്ളവരെ പഠിപ്പിച്ചാലും നിങ്ങൾ എഴുതുകയാണെങ്കിൽ അതിൻ്റേതായ മനഃശാസ്ത്രപരമായ ഇമ്പാക്റ്റ് ഉണ്ടാകും. അതുകൊണ്ടാണ് എഴുതണം എന്ന് തന്നെ നാം നിഷ്കർഷിക്കുന്നത്. മാത്രമല്ല, ഖുർആനിലെ 80% പദങ്ങളും നമ്മുടെ കോഴ്സ് കവർ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 80% പദങ്ങളും എഴുതി പരിശീലിക്കുന്നു. അപ്പോൾ അതിൻ്റെ അക്ഷരങ്ങൾ വരെ, സ്പെല്ലിംഗ് വരെ കൃത്യമായിരിക്കും. അതുകൊണ്ട് ഇത് എഴുതുക. അത് നിങ്ങളുടെ സ്കില്ലുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ നൈപുണ്യം അതിന് ഉപയോഗപ്പെടുത്തുക. സിൽവർ സർട്ടിഫിക്കറ്റ് അല്ല, ഗോൾഡൻ സർട്ടിഫിക്കറ്റ് പ്രൊജക്റ്റ് എന്നാണ് ഇതിന് നാം ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. അഥവാ സിൽവർ സർട്ടിഫിക്കറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ ഈ 17 ഗ്രൂപ്പുകൾ പഠിച്ചു കഴിയും. ഖുർആനിലെ അല്ലെങ്കിൽ അറബി ഭാഷയിലെ 17 ഗ്രൂപ്പുകൾ, ക്രിയാ ഗ്രൂപ്പുകൾ പഠിച്ചു കഴിയും. എന്നാൽ എല്ലാ ക്രിയാ ഗ്രൂപ്പുകളിൽപ്പെട്ട എല്ലാ ക്രിയകളും നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവുകയില്ല. അങ്ങനെ പ്രാക്ടീസ് ചെയ്യാത്ത ക്രിയകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ കോഴ്സ് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുകയാണ് ഈ പ്രൊജക്റ്റ് വർക്ക് ബുക്കിലൂടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സമയബന്ധിതമായി 58 ആഴ്ച കൊണ്ട് ഇത് പൂർത്തീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ കോഴ്സിൽ പഠിക്കാത്ത ക്രിയകളും നിങ്ങൾ പഠിച്ചു കഴിയും. അല്ലെങ്കിൽ അതിൽ കൂടി നിങ്ങളുടെ നൈപുണ്യം വ്യക്തമാവും. തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഈ പുസ്തകത്തിന് പേജ് നമ്പർ സ്വയം നൽകണം. പേജ് നമ്പർ എങ്ങനെ നൽകും? സാധാരണഗതിയിൽ ഒരു പുസ്തകത്തിൻ്റെ കവർ പേജ് മുതലാണ് പേജ് നമ്പർ കൗണ്ട് ചെയ്യുന്നത്. കവർ പേജ് മുതൽ 5ാമത്തെ പേജ് എടുത്താൽ അതിൽ കാണുന്നത് ഒരു സത്യപ്രതിജ്ഞ എഴുതി ഒപ്പിടാനുള്ള ഭാഗമാണ്. പേജിൻ്റെ താഴെ ഈ പ്രൊജക്റ്റിൽ പട്ടിക എഴുതിയിരിക്കുന്നവയെല്ലാം ഞാൻ പഠിച്ചു കഴിഞ്ഞു എന്ന് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴെ പേര്, ഒപ്പ് നൽകേണ്ട സ്ഥലമുണ്ട്. അതിൻ്റെ താഴെ പേജ് എന്ന് കൊടുത്തിട്ടുണ്ടാവും. അവിടെ പേജ് 5 എന്ന് കൊടുക്കണം. അവിടെ മുതൽ പാഠപുസ്തകത്തിൻ്റെ അല്ലെങ്കിൽ ഈ ടെക്സ്റ്റിൻ്റെ അവസാനം വരെ ക്രമമായി പേജ് നമ്പർ കൊടുക്കുക. പേജ് 5 എന്നാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ പേജ് 6 എന്താണുള്ളത്? 6 മുതൽ 10 വരെ മറ്റ് ഇനങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് 11ാം പേജ് എടുക്കുമ്പോൾ ഐറ്റം നമ്പർ 1 അവിടെ കാണാം. ഐറ്റം നമ്പർ 1-ൽ പ്രത്യേക ആശയം നൽകുന്ന ഒറ്റ അക്ഷരങ്ങളും അവയുടെ അർത്ഥവും എഴുതി വയ്ക്കണം. നമ്മൾ ആദ്യം മുതൽ തന്നെ പഠിക്കുന്നുണ്ട് ബി, കൊണ്ട്. അപ്പോൾ ബി ഇവിടെ എഴുതണം, കൊണ്ട് എന്നതിൻ്റെ അർത്ഥം എഴുതണം. അതേപോലെ ലി, ഇക്കിന് വേണ്ടി, അത് ലി അവിടെ എഴുതണം, അതിൻ്റെ അർത്ഥവും എഴുതണം. ഇങ്ങനെ ഒറ്റ അക്ഷരം മാത്രം വരുന്നവ. ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും, മാ ഒറ്റ അക്ഷരമാണോ എന്ന്. മാ ഒറ്റ അക്ഷരമല്ല, മായിൽ 2 അക്ഷരമുണ്ട്. അതേപോലെ ഫീ 2 അക്ഷരമുണ്ട്. അപ്പോൾ അത്തരം പദങ്ങളല്ല എഴുതേണ്ടത്, ഒറ്റ അക്ഷരം മാത്രമുള്ളവയാണ് എഴുതേണ്ടത്. ഈ ഒറ്റ അക്ഷരം മാത്രമുള്ളവ എന്തുകൊണ്ട് എഴുതുന്നു എന്ന് ചോദിച്ചാൽ, ഈ ഒറ്റ അക്ഷരം മറ്റൊരു പദത്തോടൊപ്പം ചേർന്നേ വരൂ. ബിസ്മില്ല, അപ്പോൾ ഇസ്മിനോടൊപ്പം ചേർന്ന് വന്നു. ലില്ലാഹി, അള്ളാഹു എന്ന നാമത്തോടൊപ്പം ചേർന്ന് വന്നു. അത് വ്യതിരിക്തമായി വേർതിരിച്ച് മനസ്സിലാകുന്നതിനാണ് ഇങ്ങനെ പ്രത്യേകം എഴുതി പഠിക്കണം എന്ന് പറഞ്ഞത്. അതിൻ്റെ താഴെ സിൽവർ സർട്ടിഫിക്കറ്റിന് ശേഷം എഴുതാൻ വേണ്ടി ഐറ്റം നമ്പർ 10 കൊടുത്തിട്ടുണ്ട്. അത് പേജ് നമ്പർ ലാഭിക്കാൻ വേണ്ടി അവിടെ കൊടുത്തിരിക്കുകയാണ്. അവിടെ നിങ്ങൾ സിൽവർ സർട്ടിഫിക്കറ്റ് അഥവാ 45 യൂണിറ്റ് കഴിഞ്ഞതിന് ശേഷമേ അത് എഴുതേണ്ടതുള്ളൂ. അപ്പോൾ മാത്രം അത് വായിച്ച് നോക്കിയാൽ മതി. അടുത്ത പേജിൽ പേജ് നമ്പർ 12-ൽ കൊടുത്തിരിക്കുന്നത് അസാധാരണ ബഹുവചനങ്ങളാണ്. സാധാരണ ബഹുവചനങ്ങൾ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. മുസ്ലിമിന് മുസ്ലിമൂന എന്ന് ബഹുവചനം ഉണ്ടാക്കാം. മുഅ്മിൻ, മുഅ്മിനൂന, മുഅ്മിനീന എന്നും വരാം. എന്നാൽ അസാധാരണ ബഹുവചനങ്ങൾ, ഉദാഹരണം ഇസ്മുൻ, അസ്മാഉൻ എന്നാണ്. അതേസമയം ഷെയ്ത്താനുൻ, ഷയാത്തീനുൻ എന്നാണ്. അതിന് അങ്ങനെ പറയത്തക്ക രീതിയിൽ എല്ലാത്തിനും ഒരു പൊതുഘടനയില്ല. അതുകൊണ്ട് അത് ഇവിടെ നിങ്ങൾ എടുത്തെഴുതണം. അതിൻ്റെ അർത്ഥം എഴുതാനുള്ള ടേബിൾ ഇവിടെ കൊടുത്തിട്ടില്ല.
ഇസ്മുൻ അസ്മാ ഉൻ ഷെയ്ത്താനുൻ ഷയാത്തീനുൻ ഇങ്ങനെ ഏകവചനവും ബഹുവചനവും എഴുതണം. എന്നിട്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ 1-2 പ്രാവശ്യം ഈ ഭാഗമെടുത്ത് വായിച്ച് നോക്കുകയും ചെയ്യണം. അത് നമ്മുടെ മനസ്സിലതുമായി ഒരു ടച്ച് ഉണ്ടായി വരണം. അത് കഴിഞ്ഞാൽ പേജ് നമ്പർ 13 കൊടുത്തിരിക്കുന്നത് ക്രിയാ ഗ്രൂപ്പുകളും ഗ്രൂപ്പ് അംഗങ്ങളുമെന്നാണ്. ഒരുപക്ഷെ നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായെന്ന് വരില്ല. 58ാമത്തെ ദിവസമാണ് വാട്സപ്പ് ക്ലാസ്സിൽ ഇത് ക്രിയകളെ കുറിച്ച് പഠിപ്പിക്കുന്നത്. അതേസമയം യൂണിറ്റ് അടിസ്ഥാനത്തിലാണെങ്കിൽ 8ാമത്തെ യൂണിറ്റിലാണ് ക്രിയകളെക്കുറിച്ച് പഠിപ്പിച്ചു തുടങ്ങുന്നത്. അപ്പോൾ 8 മുതൽ 12 വരെ യൂണിറ്റ് കഴിയുമ്പോഴാണ് ഈ ഭാഗം എഴുതേണ്ടത്. യൂണിറ്റ് 12 കഴിയുമ്പോൾ ഈ ഭാഗം എഴുതണം. അപ്പോഴേക്കും നിങ്ങൾ ഫത്തഹ ഗ്രൂപ്പിലെ കുറേ ക്രിയകൾ പഠിച്ചു കഴിഞ്ഞിരിക്കും. ഇപ്പോൾ ഫത്തഹ ഗ്രൂപ്പിൽ ഏതെല്ലാം ക്രിയകളുണ്ടോ ആ ക്രിയകളുടെ ഒരു രൂപം മാത്രമാണ് ഇവിടെ ആദ്യത്തെ ടേബിൾ എഴുതേണ്ടത്. ഒരു പേജിൽ 2 ടേബിളാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പേജിൽ 2 ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഗ്രൂപ്പ് നമ്പർ നിങ്ങൾ ആദ്യം പഠിക്കുന്ന ഗ്രൂപ്പ് A1 ആണ്. അതിന് ഫത്തഹ യഫ്തഹു എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഗ്രൂപ്പിൽ ആദ്യം പഠിച്ച ക്രിയയുടെ പൂർണ്ണക്രിയാരൂപവും അപൂർണക്രിയാരൂപവും ഇവിടെ രേഖപ്പെടുത്തണം. അപ്പോൾ ഗ്രൂപ്പ് A1 എന്നെഴുതുകയും അതിൻ്റെ മറുഭാഗത്ത് വലത് ഭാഗത്ത് ഫത്തഹ യഫ്തഹു എന്നെഴുതാനുള്ള കോളം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വലത്ത് നിന്ന് ഇടത്തോട്ട് ഫത്തഹ യഫ്തഹു എന്നെഴുതണം. ഗ്രൂപ്പിൽ ആദ്യം പഠിച്ച ക്രിയയുടെ പൂർണ്ണക്രിയാരൂപം അപൂർണക്രിയാരൂപമാണ് മുകളിൽ എഴുതേണ്ടത്. അതിൻ്റെ താഴെ ഈ ഗ്രൂപ്പിൽ നിന്ന് കോഴ്സിൽ പഠിച്ച ക്രിയകൾ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ 12 യൂണിറ്റ് കഴിയുമ്പോഴേക്കും ഫത്തഹ ഗ്രൂപ്പിലെ കുറേ ക്രിയകൾ പഠിച്ചിരിക്കും. ഏതാണ്ട് 10-12 ക്രിയകൾ, 3 ക്രിയകൾ പരിശീലനം നേരിട്ട് നൽകുന്നുണ്ട്. ബാക്കി 10 ക്രിയകൾ 9-10 ക്രിയകൾ നിങ്ങൾക്ക് സ്വയം പ്രാക്ടീസ് ചെയ്യാനും തരുന്നുണ്ട്. അപ്പോൾ ആ 9ഉം 2ഉം 11-12 ക്രിയകളാണ് മുകളിൽ അവിടെ എഴുതേണ്ടത്. അഥവാ ഒരു ഗ്രൂപ്പിലുള്ള ക്രിയകൾ എത്രയാണോ ആ ക്രിയകളുടെ ആദ്യ രൂപം മാത്രം ഇവിടെ ഞാൻ മാതൃക കൊടുത്തിട്ടുണ്ട്. ഫഅല മാത്രമാണ് എഴുതേണ്ടത്. ഫത്തഹ മാത്രം എഴുതിയാൽ മതി. ജഅല മാത്രം എഴുതണം. ഷഫഅ മാത്രം എഴുതണം. ഇനി അതിൻ്റെ താഴെ ഇതേ ഗണത്തിൽപ്പെട്ടതായി നിങ്ങൾ ഖുർആൻ വായനയിൽ കണ്ടെത്തുന്ന മുമ്പോട്ടങ്ങോട്ട് പഠിച്ചു പോകുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് കിട്ടൂ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് ആദ്യഘട്ടത്തിൽ തന്നെ എഴുതി വയ്ക്കണം, അതിന് കണ്ടെത്തണം എന്ന് നിർബന്ധമല്ല. ഏത് നിങ്ങളുടെ ഖുർആൻ വായനയിൽ കണ്ടെത്തിയ മറ്റു ക്രിയകൾ ഇത് നിങ്ങളുടെ കോഴ്സിലുടനീളം മനസ്സിൽ വെച്ചിരിക്കുക. ഫത്തഹ ഗ്രൂപ്പിൽപ്പെട്ടതായി ഏതെങ്കിലും ക്രിയകളെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അവിടെ എഴുതി വയ്ക്കുക. പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കണം. പാഠപുസ്തകത്തിൽ പട്ടിക കൊടുത്തിട്ടുണ്ട്. പുതിയ എഡിഷൻ 277ാമത്തെ പേജിൽ അതിൻ്റെ പട്ടിക കൊടുത്തിട്ടുണ്ട്. ആ പട്ടികയിലുണ്ടെങ്കിൽ നിങ്ങൾ ഇത് മുകളിൽ എഴുതിയിട്ടുണ്ടാവും. ആദ്യം പട്ടികയിൽ ഇല്ലെങ്കിലാണ് താഴെ എഴുതേണ്ടത്. കാരണം 1-2 പ്രാവശ്യം വന്നിട്ടുള്ള ക്രിയകളൊന്നും നാം ആ ലിസ്റ്റിൽ പെടുത്തിയിട്ടില്ല. ഇനി പേജ് 22 നോക്കുക. 13 കഴിഞ്ഞതിന് ശേഷം പേജ് 21 വരെ ഇതിൻ്റെ ആവർത്തനമാണ്. ക്രിയകളും ഗ്രൂപ്പുകളും, ക്രിയാഗ്രൂപ്പുകളും അംഗങ്ങളും. അപ്പോൾ 2ാമത്തെ ഗ്രൂപ്പ് പഠിക്കുമ്പോൾ A2 എന്നെഴുതി ആ ഗ്രൂപ്പിൻ്റെ ടൈറ്റിലും അതിലെ അംഗങ്ങളെയും അവിടെ എഴുതി വയ്ക്കണം. പേജ് 22 വരും. പേജ് 22 വരുമ്പോൾ ക്രിയകളുടെ പ്രധാനപ്പെട്ട 6 രൂപങ്ങൾ എന്നാണ്. ഈ പ്രധാനപ്പെട്ട 6 രൂപങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യൂണിറ്റ് 12 കഴിയുമ്പോഴാണ് എഴുതേണ്ടത്. യൂണിറ്റ് 12 കഴിയുമ്പോഴെന്ന് പറഞ്ഞാൽ സൂറത്ത് ഖുറൈശ് പഠിച്ചു കഴിയുമ്പോഴേക്കും എഴുതണം. അപ്പോൾ ഒരു ക്രിയയുടെ പൂർണ്ണക്രിയ, അപൂർണക്രിയ, അതിൻ്റെ കൽപ്പനക്രിയ, കർത്താവ്, കർമ്മം, ക്രിയാധാതു, ഇത്രയുമാണ് എഴുതേണ്ടത്. യൂണിറ്റ് 12 നിങ്ങൾ പഠിച്ചു കഴിയുമ്പോഴേക്കും ഫത്തഹ, യഫ്തഹു, ഇഫ്തഹ്, ഫാത്തിഹുൻ, മഫ്തൂഹുൻ, ഫത്ഹുൻ ഇങ്ങനെ 6 രൂപങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിയും. അഥവാ പൂർണ്ണക്രിയയുടെ ഒരു രൂപം, അപൂർണക്രിയയുടെ ഒരു രൂപം, കൽപ്പനക്രിയയുടെ ഒരു രൂപം, കർത്താവിൻ്റെ ഒന്ന്, കർമ്മത്തിൻ്റെ ഒരു രൂപം, ക്രിയാധാതുവിൻ്റെ ഒരു രൂപം. ഇങ്ങനെയാണ് 6 രൂപങ്ങളുടെ പട്ടിക തയ്യാറാക്കേണ്ടത്. ഇനി 22 മുതൽ 33 വരെ ഈ പേജുകളുടെ ആവർത്തനമാണ്. 33ാമത്തെ പേജിൽ ക്രിയാപരിവർത്തന പട്ടിക എന്ന് ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. അവിടെ മുതൽ ഒരു വലിയ ഗ്രൂപ്പ്, കുറേ അധികം പേജുകൾ ഈ ക്രിയാപരിവർത്തന പട്ടിക എഴുതുന്നതിന് വേണ്ടിയാണ്. 34ാമത്തെ പേജ് മുതൽ അത് എഴുതി തുടങ്ങുന്നു. അപ്പോൾ ഇത് നിങ്ങൾ ക്ലാസ് പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ, അഥവാ ഫത്തഹയുടെ 6 രൂപ നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ തന്നെ
ഈ ഭാഗം എഴുതിയിരിക്കണം. പേജ് 34 പ്രത്യേകം നോട്ട് ചെയ്ത് വയ്ക്കുക. മറ്റേത് ഭാഗം എഴുതിയില്ലെങ്കിലും പേജ് 34 മുതലുള്ള ഭാഗങ്ങൾ നിങ്ങൾ എഴുതിയിരിക്കണം. വളരെ നിർബന്ധമാണത്. അപ്പോൾ എന്താണ് അവിടെ എഴുതേണ്ടത്? അവിടെ എങ്ങനെ എഴുതണം, എന്തെഴുതണം? ആദ്യം ഗ്രൂപ്പ് നമ്പർ എഴുതുക. പഠിച്ചു തുടങ്ങുമ്പോൾ ആദ്യം പഠിച്ചു തുടങ്ങുന്നത് A1 ഗ്രൂപ്പാണ്. അപ്പോൾ A1 ഗ്രൂപ്പ് നമ്പർ A1 എന്നെഴുതുന്നു. എന്താണ് A1 ഗ്രൂപ്പിൻ്റെ ടൈറ്റിൽ? ഫതഹ യഫ്തഹു എന്നാണ്. അതാണ് രണ്ടാമത് എഴുതേണ്ടത്. പൂർണ്ണക്രിയയും അപൂർണക്രിയയും തുടർച്ചയായി എഴുതണം. അത് കഴിഞ്ഞതിന് ശേഷമേ തുറന്നു എന്ന അർത്ഥം എഴുതാവൂ. അപ്പോൾ പൂർണ്ണക്രിയ അപൂർണക്രിയ ഫതഹ യഫ്തഹു എന്ന് എഴുതുക. പൂർണ്ണക്രിയ അപൂർണ ഫതഹ യഫ്തഹു. ഫതഹ യഫ്തഹു എന്ന് എഴുതിയതിന് ശേഷം ഫതഹയുടെ വലതു ഭാഗത്താണ് തുറന്നു എന്ന് അർത്ഥം എഴുതേണ്ടത്. നാം പഠിക്കുന്നത് അവൻ തുറന്നു എന്നാണ്. നമുക്കറിയാം എല്ലാത്തിൻ്റെയും തുടക്കത്തിൽ അവൻ എന്നുണ്ടാകും. അവിടെ അവസാനമോ ആദ്യത്തിലോ അവൻ എന്നതിനല്ലാതെ മറ്റെന്തെങ്കിലും കർത്താവിനെ സൂചിപ്പിക്കുന്ന മറ്റെന്തെങ്കിലും അടയാളങ്ങളുണ്ടെങ്കിൽ മാത്രമേ അർത്ഥം മാറുന്നുള്ളൂ. ഒരടയാളവുമില്ലെങ്കിൽ അവൻ എന്നതാണ്. അങ്ങനെയാണെങ്കിൽ അവൻ എന്നത് ഇവിടെ എഴുതേണ്ടതില്ല. ഇവിടെ തുറന്നു എന്ന് മാത്രമാണ് എഴുതേണ്ടത്. ഇനി നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ ഒന്നാമത്തെ ക്ലാസ്സിൽ ഉദാഹരണമായി 58ാമത്തെ ദിവസം നിങ്ങൾക്ക് വാട്സപ്പിൽ ലഭിക്കുന്നത് ഫതഹയുടെ 6 രൂപങ്ങൾ. അപ്പോൾ ഫതഹ, ഫതഹു, ഫതഹത, ഫതഹത്തും, ഫതഹത്തു, ഫതഹന എന്ന് 6 രൂപങ്ങൾ അവിടെ ആദ്യത്തെ ടേബിളിൽ എഴുതണം. അതിൻ്റെ താഴെ 34ാമത്തെ പേജിൽ തന്നെ രണ്ടാമത് ഒരു ടേബിൾ കൂടി കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന ടേബിളല്ലാതെ മറ്റൊരു ടേബിൾ കൂടി ആ പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ആ ടേബിളിൽ എന്തെഴുതണം? അടുത്ത ക്രിയ എഴുതണം. ഫഅല, ഫഅലയുടെ 6 രൂപങ്ങൾ എഴുതുക. അടുത്ത പേജിൽ പേജ് 35 മുകളിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? ഇതേപോലെ മറ്റൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അവിടെ ജഅല എഴുതുക. ജഅലയുടെ 6 രൂപങ്ങൾ എഴുതുക. അപ്പോൾ നിങ്ങൾ ആദ്യം പഠിച്ചു തുടങ്ങുമ്പോൾ ഒരു ക്രിയയുടെ 6 രൂപമാണ് തരുന്നത്. പക്ഷേ അതുപോലുള്ള 3 ക്രിയകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകും. അപ്പോൾ ഈ 3 ടേബിളിലും ഒരു 6 രൂപം മാത്രം എഴുതുക. ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാകും. ഇവിടെ കാണുന്ന ഫതഹ മാത്രം എഴുതിയതിന് ശേഷം അടുത്ത ടേബിളിൽ എന്ത് ചെയ്യുക? അടുത്ത ടേബിളിൽ ഫഅലയുടേത് എഴുതുക. അതിൻ്റെ അടുത്ത ടേബിളിൽ ജഅലയുടേത് എഴുതുക. ഇങ്ങനെ നിങ്ങൾ ഭാഗികമായി എഴുതുന്നു. അടുത്ത ദിവസം 59ാം ദിവസം നിങ്ങൾക്ക് യഫ്തഹു കിട്ടും. യഫ്തഹു കിട്ടുമ്പോൾ എന്ത് ചെയ്യുക? യഫ്തഹു, യഫ്തഹൂന, തഫ്തഹു, തഫ്തഹൂന, അഫ്തഹു, നഫ്തഹു. ഇത് നിങ്ങൾ ആദ്യം മുതൽ എഴുതണം. ഫതഹ എഴുതിയ ടേബിളിൽ ഫതഹയുടെ ബാക്കി എഴുതുക. ഫഅല എഴുതിയ ടേബിളിൽ ഫഅലയുടെ ബാക്കി എഴുതുക. ജഅല എഴുതിയതിൻ്റെ ടേബിളിൽ ജഅലയുടെ ബാക്കി എഴുതുക. വേറെ അഡീഷണൽ പരിശീലനത്തിന്, അധിക പരിശീലനത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വേറെ കുറച്ച് ക്രിയകൾ തരും. അവയെല്ലാം ഇതേപോലെ എഴുതുക. അപ്പോൾ 21 രൂപങ്ങളും അവിടെ ഈ ടേബിളിൽ എഴുതണം. പക്ഷേ പഠിക്കുന്നതിനനുസരിച്ചാണ് എഴുതേണ്ടത്. പഠിച്ച് തീരുമ്പോൾ നിങ്ങൾ എഴുതി തീരും. ആദ്യത്തെ 10-12 ക്രിയകൾ ഒരേ സമയം നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പേജ് 34 മുതൽ 159 വരെ ഈ ക്രിയകളുടെ 21 രൂപങ്ങൾ എഴുതേണ്ടതാണ്. അപ്പോൾ ഓരോ ക്രിയയും നിങ്ങൾ പഠിക്കുന്നതിനനുസരിച്ച് എഴുതി പോവുക. ഒരു ദിവസം നിങ്ങൾക്ക് 2 ക്രിയകൾ ചിലപ്പോൾ പഠിക്കുന്നുണ്ടാകും, ചിലപ്പോൾ 1 ക്രിയ പഠിക്കുന്നുണ്ടാകും. ഓഫ്ലൈൻ ക്ലാസ്സുകളിലാണെങ്കിൽ 2 ക്രിയകൾ ഒരു ദിവസം പഠിക്കും. ഓൺലൈൻ ക്ലാസ്സിലാണെങ്കിൽ ചിലപ്പോൾ 1 ക്രിയ പഠിക്കും, ചിലപ്പോൾ പഠിച്ചില്ലെന്നും വരും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ പഠിച്ചതെന്താണോ, ഏത് ക്രിയയാണോ നിങ്ങൾ പഠിച്ചത്, ആ ക്രിയ എഴുതി കഴിഞ്ഞിരിക്കണം. ഇനി പേജ് 160 എടുക്കുക. പേജ് 160 എന്താ പറഞ്ഞിരിക്കുന്നത്? പരസ്പര സാദൃശ്യമുള്ള പദങ്ങൾ. പരസ്പര സാദൃശ്യമുള്ള പദങ്ങൾ 2 രീതിയിൽ, 2 അതിലധികമോ രീതിയിലുണ്ടാകാം. ഉദാഹരണം നാം മുമ്പ് തന്നെ പഠിച്ചിട്ടുണ്ട്. മാലിക്കുൻ ഉടമസ്ഥൻ, മലിക്കുൻ രാജാവ്, മലക്കുൻ മാലാഖ. അപ്പോൾ ഒരേ ഉച്ചാരണം, ഏകദേശം സാദൃശ്യമായ ഉച്ചാരണം, പക്ഷേ അർത്ഥത്തിൽ വലിയ വ്യത്യാസമുണ്ട്. മാലിക്കുൻ ഉടമസ്ഥൻ, മലിക്കുൻ രാജാവ്, മലക്കുൻ മാലാഖ. പക്ഷേ ആ അക്ഷരത്തിൽ സാദൃശ്യമുള്ളത് കൊണ്ട് നിങ്ങളിവിടെ എഴുതി വയ്ക്കുന്നു. പദവും അതിൻ്റെ അർത്ഥവും എഴുതുക. ചിലപ്പോൾ 2 പദമേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ 3 പദം ഉണ്ടാകാം, ചിലപ്പോൾ 4 പദങ്ങളുണ്ടാകാം. അത് 4ഉം അവിടെ എഴുതി വയ്ക്കണം. ഇനി സാദൃശ്യം വേറെ രീതിയിലുണ്ടാകാം. ഉദാഹരണം വലതുൻ കുട്ടി, ഡൽവുൻ തൊട്ടി, കൽബുൻ പട്ടി.
അപ്പോൾ ഇത് മൂന്നും എന്താണ്, മലയാളത്തിൽ സാദൃശ്യമുണ്ട്, പക്ഷേ അറബിയിൽ സാദൃശ്യമില്ല. അത് മൂന്നും നിങ്ങൾക്കവിടെ എഴുതി വയ്ക്കാം. വലതൻ കുട്ടി, ഡെൽവിൻ തൊട്ടി, കെൽബുൻ പട്ടി. അപ്പോൾ രണ്ട് രീതിയിലും സാദൃശ്യമുണ്ടാകാം. ഈ സാദൃശ്യം നിങ്ങൾക്ക് ഓർമ്മിച്ച് വയ്ക്കാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് അത് പ്രത്യേകം തയ്യാറാക്കണം എന്ന് പറഞ്ഞത്. ഇനി 161 പേജിൽ വിപരീത പദങ്ങൾ എഴുതേണ്ടതാണ്. നമ്മുടെ പാഠപുസ്തകത്തിൽ പോക്കറ്റ് ഗൈഡിലോ ഒന്നും വിപരീത പദങ്ങളായി കൊടുത്തെന്ന് വരില്ല. അപ്പം നിങ്ങൾക്ക് അതിന് വിപരീത പദങ്ങൾ എഴുതണം. ഇപ്പോൾ ഉദാഹരണമായി അത്ത വന്നു, അത്ത വന്നു എന്നാണ് ദഹബ പോയി. അപ്പോൾ അതിൻ്റെ വിപരീത പദമാണ്. വിപരീത പദങ്ങൾ നിങ്ങൾ കോഴ്സിൽ പഠിച്ചവ ആദ്യം എഴുതണം. അത് കൂടാതെയുള്ള പദങ്ങൾ ഖുർആനിൽ നിങ്ങൾക്ക് കണ്ടെത്തി അവിടെ രേഖപ്പെടുത്താം. ഒരു ഫുൾ പേജ് നാം അതിന് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി പേജ് 162 ഐറ്റം നമ്പർ 8 പര്യായ പദങ്ങൾ എഴുതുക. പര്യായ പദങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമായിരിക്കും. ഒരേ അർത്ഥം ഒന്നായിരിക്കും, പദങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഉദാഹരണം ജാ വന്നു, അത്ത വന്നു. അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ രണ്ടും എഴുതി അതിൻ്റെ അർത്ഥം എഴുതുക. ജാ വന്നു, അത്ത വന്നു. അതുകൂടാതെ ഖുർആനിൽ നിന്നും നിങ്ങൾക്ക് വേറെയും പദങ്ങൾ, സാദൃശ്യമുള്ള പദങ്ങൾ കിട്ടും. അങ്ങനെ പര്യായ പദങ്ങൾ കിട്ടും. പര്യായ പദങ്ങൾ ഈ പേജിൽ എഴുതി വയ്ക്കുക. ഇതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പഠിക്കേണ്ടത് അല്ലെങ്കിൽ എഴുതേണ്ടത്. പേജ് 163 മുതൽ പിന്നീട് തുടങ്ങുന്നത് പേജ് 163 മുതൽ ഐറ്റം നമ്പർ 9 വരുന്നത്. ഐറ്റം നമ്പർ 9 മുതൽ 13 വരെ സിൽവർ സർട്ടിഫിക്കറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം നോക്കിയാൽ മതി. അന്ന് നിങ്ങൾക്ക് കൂടുതൽ വിശദീകരണം ഈ പ്രൊജക്റ്റ് സംബന്ധമായി ലഭിക്കും. ഖുർആനിന് വേണ്ടി ഏറ്റവും നന്നായി പ്രവർത്തിക്കാൻ അല്ലാഹു പറഞ്ഞല്ലോ, അവനാണ് ജനിമൃതികളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതെന്തിനു വേണ്ടിയാണ്? നിങ്ങളിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്നവൻ ആര് എന്നറിയുന്നതിന് വേണ്ടിയാണ്. ലിയബ്ലുവക്കും അയ്യക്കും അഹ്സനു അമല. ഏറ്റവും നന്നായി പെരുമാറാനും പെർഫോം ചെയ്യാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സ്വർഗ്ഗത്തിൽ ഇടം നൽകിയവൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ബില്ലാഹി തൗഫീഖ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.